സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ പറയുകയാണ്, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ വിവേകികളായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇപ്പോൾ ഈ ശുശ്രൂഷകരെല്ലാവരും എങ്ങനെയാണ്? ആടുകളാണോ? അതോ ഇനി അവരും ചെന്നായ്ക്കളാണോ? ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട അത്യാവശ്യമാണ്. മനുഷ്യരെ സൂക്ഷിക്കുക എന്നൊരു ബോർഡ് വെച്ചിരിക്കുകയാണ്. ബിവെയർ ഓഫ് ഡോഗ് എന്ന് കണ്ടിട്ടുണ്ടല്ലേ? നായ്ക്കളെ സൂക്ഷിക്കുക, പട്ടിയുണ്ട് സൂക്ഷിക്കുക. അതുപോലെ മനുഷ്യനെ സൂക്ഷിച്ചുകൊള്ളുക. നമ്മൾ ചില പോലീസ് സ്റ്റേഷനിലൊക്കെ പടം ഇട്ടിച്ചു പോകും, ഇവരെ തിരിച്ചറിയുന്നവർ, അല്ലെങ്കിൽ ഇവരെ സൂക്ഷിക്കുക. ഇതുപോലെ ഒരു ന്യൂസ് ഉണ്ടോ നിന്നെക്കുറിച്ച്? അവനെ സൂക്ഷിക്കുക, അവളെ സൂക്ഷിക്കുക. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തൊരു കാര്യം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ അവിടുത്തെ ഒരു കുടുംബ കാര്യമാണ്. അമ്മച്ചി ഓടി വന്നിട്ട് പറഞ്ഞു, തൽക്കാലം സംസാരിക്കരുത്, ദൂരദർശൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താണിതെന്ന്. അതായത് ഒരാളുടെ പേരാണ് ദൂരദർശൻ. ന്യൂസുകൾ ഒത്തിരി സ്ഥലത്തേക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പേരിട്ടിരിക്കുകയാണ് ദൂരദർശൻ. നിങ്ങൾക്ക് ഇങ്ങനെയല്ലോ പേരും കിട്ടിയിട്ടുണ്ടോ? സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. എന്നെ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് എല്ലായിടത്തും കയറി ചെല്ലുവാൻ ആവശ്യമായ കൃപയാൽ നമുക്ക് നിറയാം. അനുഗ്രഹിക്കാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദീപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.